ഹമാസുമായി വെടിനിർത്തൽ കരാറിന് ഒരുക്കമെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറയുന്നു. ഹമാസുമായി വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിന് ഒരുക്കമാണെന്നതാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് മുന്നോട്ട് വെക്കുന്നത്. 80 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർക്ക് കഴിഞ്ഞ ദിവസം നൽകിയ വിരുന്നിലാണ് ഹെർസോഗിന്റെ ഈ തുറന്നു പറച്ചിൽ. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്നാണ് ഹെർസോഗ് പറയുന്നത്. ഇസ്രയേലിന്റെ നിലപാട് മയപ്പെടുന്നു എന്ന് വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നെങ്കിലും ഒന്നിനും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. നവംബർ അവസാനത്തോടെ 7 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സമ്മതിച്ചിരുന്നു എങ്കിലും അതിനുശേഷം വലിയ തോതിലുള്ള ആക്രമണമായിരുന്നു ഗാസയിൽ നടത്തിയത്. വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകളിൽ നിന്നെല്ലാം ഇസ്രയേൽ പുറം തിരിഞ്ഞു നിൽക്കുകയുമായിരുന്നു. 240 ബന്ദികളിൽ 129 പേർ ഗാസയിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇവരെ മോചിപ്പിക്കാൻ ഇസ്രയേലി സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതേസമയം വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ 19,667 പലസ്തീനികളാണ് ഒക്ടോബർ 7-ന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പരമ്പരാഗത പുതുവത്സര ആഘോഷങ്ങൾ ഇസ്രയേൽ റദ്ദാക്കിയിരുന്നു. അതിനു പകരമായി അംബാസഡർമാർക്കും നയതന്ത്ര സേനാംഗങ്ങൾക്കും നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഹെർസോഗ്. ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് നേതൃത്വം നൽകിയതിന് അംഗരാജ്യങ്ങളോടും നേതാക്കളോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഇസ്രയേൽ മറ്റൊരു മാനുഷിക വെടിനിർത്തലിനും മാനുഷിക സഹായത്തിനും തയ്യാറാണെന്ന വസ്തുത എനിക്ക് ആവർത്തിക്കാൻ കഴിയും. ഉത്തരവാദിത്തം പൂർണ്ണമായും സിൻവാറിനും ഹമാസിന്റെ നേതൃത്വത്തിനുമാണ്. പരിപാടിയിൽ ഹെർസോഗാണ് ഇപ്രകാരം പറഞ്ഞത്. അതോടൊപ്പം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. പ്രധാന വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലെ യുദ്ധം തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് വേണ്ടിയാണ് ചർച്ച നടത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യം നെതന്യാഹു വിശദീകരിച്ചു. സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇരുവരും പങ്കുവച്ചു. ദുരിതബാധിതരായ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച പ്രധാനമന്ത്രി സംഭാഷണത്തിലൂടെ സംഘർഷം എത്രയും വേഗം സമാധാനപരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ആശയവിനിമയം തുടരാനും ഇരു നേതാക്കളും ധാരണയായി. ഇതുകൂടാതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനും അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജ്ജമാക്കണമെന്നും സംസാരിച്ചു. ഇത് സംബന്ധിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA-യുടെ തലവൻ വില്യം ബേൺസ് ഇസ്രയേൽ, ഖത്തർ പ്രതിനിധികളുമായി പോളണ്ട് തലസ്ഥാനമായ വാഴ്സോയിൽ കൂടിക്കാഴ്ചയും നടത്തി. മൊസാദ് തലവൻ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം മൂവരും കൂടിക്കാഴ്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. അതേസമയം മറ്റൊരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിനുള്ള ഘട്ടത്തിൽ ചർച്ചകൾ എത്തിയിട്ടില്ല എന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. അതേസമയം ഗാസയിലെ നരനായട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ രംഗത്തെത്തി. പലസ്തീനികൾക്ക് എതിരായ ഇസ്രയേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിലും അറിയിച്ചിട്ടുണ്ട്. പലസ്തീനികൾക്ക് എതിരെ ഇസ്രയേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇസ്രയേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ്. ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.